ഭാരതത്തിലെമ്പാടും നവരാത്രി ആഘോഷം നടക്കുന്ന ഒരു വേളയാണിത്. സകല വിദ്യകളുടെയും അധിപയും ത്രിമൂർത്തികൾക്ക് ആരാധ്യയും ജഗത് മാതാവുമായ ദുർഗാദേവിയുടെ പ്രീതിക്കായാണ് ഭാരതീയർ നവരാത്രി ആഘോഷം നടത്തുന്നത്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണിത്. കന്നിമാസത്തിൽ കർക്കിടകാവ് കഴിഞ്ഞ് 9 ദിവസം, പ്രഥമം മുതൽ 9 ദിവസം ആണ് നവരാത്രി ആഘോഷം സംഘടിപ്പിക്കുന്നത്. പാർവതി, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവതകൾ ഒരുമിച്ച് ചേർന്ന് ദുർഗാദേവിയായി രൂപാന്തരം ചെയ്തുവെന്നും ഇവർ 9 ദിവസത്തെ പൂജയ്ക്കൊടുവിൽ ശക്തി സംഭരിച്ച് മഹിഷാസുരനെ നിഗ്രഹിച്ചുവെന്നുമാണ് ഐതിഹ്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ മഹിഷാസുരനെ നിഗ്രഹിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം, അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള പ്രയാണം, അതുകൂടി അതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നല്ല കാര്യങ്ങൾക്കും, ഒരു മനുഷ്യൻ്റെ ജീവിത സബരിയുടെ ജീവിത വിജയത്തിന് ആധാരമായ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുന്നതിനുള്ള ദിവസമായി നവരാത്രി ദിനങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട്. കുട്ടികളുടെ വിദ്യാരംഭത്തിനും അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും ആരംഭിക്കുന്നതിനു വേണ്ടിയും ഈ വിശേഷപ്പെട്ട ദിനങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ പ്രവൃത്തിയെ പുറകോട്ട് വലിക്കുന്ന കാമക്രോധ ലോഭാദികളെ അതിജീവിച്ച് നമ്മുടെ ശരീരത്തിനും മനസ്സിന് മുന്നോട്ട് പോകുന്നതിന്, അതോടൊപ്പം തന്നെ ദയ, സ്നേഹം തുടങ്ങിയ നല്ല ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ എത്തിച്ചേരുന്നതിനും വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇത്. ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പോത്തൻകോട് ശിവശക്തി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ പ്രവർത്തനം സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, പോത്തൻകോടിൻ്റെ കലാരംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് പോത്തൻകോടിൻ്റെ കലാരംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കലാക്ഷേത്രമാണ് ശിവശക്തി കലാക്ഷേത്രം. ശ്രീമതി ബിന്ദു ടീച്ചർ എന്ന കലോപാസകയുടെ വർഷങ്ങൾ നീണ്ട സബരിയുടെ പ്രവർത്തന വിജയത്തിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ കലാക്ഷേത്രം. നൂറുകണക്കിന് കുരുന്നുകളെയാണ് ടീച്ചർ കലയുടെ വർണ്ണപ്രപഞ്ചത്തിലേക്ക് കൈപിടിച്ചാനയിച്ചത്. നമുക്കറിയാം, ഒരു നാടിൻ്റെ വളർച്ച എന്നത് കേവലം ഈ കുറേ കെട്ടിലും മട്ടിലും മാത്രമല്ല, പകരം ആ നാടിൻ്റെ സാംസ്കാരിക ഉന്നമനം കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ പോത്തൻകോടിൻ്റെ കലാരംഗത്തെ, സാംസ്കാരിക രംഗത്തെ ദീപശിഖയായി, ദീപനാളമായി, മാർഗദർശിയായി മാറുവാൻ ഈ സ്ഥാപനത്തിനും അതുപോലെ തന്നെ ടീച്ചർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. അനുപമമായ ഒരു പ്രവർത്തന ശൈലിയാണ് ഈ സ്ഥാപനം, ഈ പ്രസ്ഥാനം, ഈ കലാക്ഷേത്രം ഇതുവരെയും പിന്തുടർന്നു പോന്നിട്ടുള്ളത്. ടീച്ചറുമായി എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമാണ്. യാദൃശ്ചികമായാണ് പരിചയപ്പെട്ടതെങ്കിലും പിന്നീടാണ് ടീച്ചറിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏറ്റെടുത്ത ഒരു കാര്യത്തോട് എത്രമാത്രം അർപ്പണ മനോഭാവത്തോടു കൂടിയും മനസ്സറിഞ്ഞും മനസ്സുൾക്കൊണ്ടും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ടീച്ചർ എനിക്ക് പഠിപ്പിച്ച പാഠം. നമ്മൾ പറയാറുണ്ട്, ഏതൊരു കാര്യവും മനസ്സറിഞ്ഞ് ചെയ്താൽ മാത്രമേ അത് അതിൻ്റെ പൂർണ്ണതയിലോട്ട് എത്തിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ വെറും പ്രവൃത്തി മാത്രമായി, വെറും
കാട്ടിക്കൂട്ടലുകൾ മാത്രമായി അത് പോകാറുണ്ട്. പക്ഷേ ടീച്ചർ അത് ഉൾക്കൊണ്ട് ചെയ്തപ്പോൾ നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു ഐശ്വര്യമായി മാറുന്ന ഒരു സ്ഥാപനമായിട്ട്, ഒരു ക്ഷേത്രമായി ശിവശക്തി മാറി എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടീച്ചർ പോത്തങ്കോട് വന്നതിന് ശേഷം ടീച്ചറിൻ്റെ ആദ്യത്തെ പ്രവർത്തനത്തിനുള്ള ഒരു അരങ്ങായിട്ട് തിരഞ്ഞെടുത്തത് ഞാൻ കൂടി നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന വയലാർ സാംസ്കാരിക വേദി ആണ് എന്നുള്ളതാണ്. അത് ഞാൻ ഈ അവസരത്തിൽ സന്തോഷത്തോടെ സ്മരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, നവരാത്രി ആഘോഷങ്ങൾ ഇപ്പോൾ നടക്കുന്നത് കോവിഡ് എന്ന ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ പിടിച്ചുകുലുക്കിയ, നമ്മെ തടവിലാക്കിയ ഒരു രോഗം. ഏകദേശം മാർച്ച് മാസം ആരംഭപ്പോഴാണ് നമ്മളതിൻ്റെ ഒരു ഭീകരത അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചർ, അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ, സ്വാഭാവികമായിട്ട് അവർക്ക് ആ ക്ലാസ്സുകൾ നടത്തുന്നതിനും അത് പങ്കെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഒരു കലോപാസകയുടെ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ച ഒരാളുടെ മനസ്സ് നമുക്കറിയാൻ കഴിയുന്നത്. കാര്യം ടീച്ചർ മാറി നിൽക്കുകയോ ഒന്നും ചെയ്യാതെ എങ്ങനെ നമുക്ക് ഈ അവസ്ഥ മറികടക്കാമെന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീച്ചർ ഓൺലൈൻ ക്ലാസ്സുകൾ, ഒരുപക്ഷെ പലരും ചിന്തിച്ച് പ്രാവർത്തികമാക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികൾക്കായിട്ട് സംഘടിപ്പിക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. കാരണം എത്രയോ പേർ ഈ അവസ്ഥയിൽ പകച്ചു നിന്നു, ഇതിന് മുന്നോട്ട് വരാതെ മാറി നിന്നു. അപ്പോഴാണ് ടീച്ചർ ആ ഒരു പുതിയ സങ്കേതത്തിൻ്റെ വാട്സാപ്പ് വഴിയും ഗൂഗിൾ മീറ്റ് വഴിയും പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും എങ്ങനെ കുട്ടികളെ വീണ്ടും ഇതിലോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്കായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുകയും അവരെ മനസ്സിനെ വിഷമിപ്പിക്കാതെ തന്നെ വീണ്ടും ചടുലമായി കാര്യങ്ങൾ ചെയ്യുവാനും ടീച്ചർക്ക് കഴിഞ്ഞത്. അതിന് ടീച്ചറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത്തരം ഉദ്യമങ്ങളെ നമുക്കറിയാം, നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിയാൽ 9 ദിവസവും പല ആഘോഷങ്ങൾ പല ക്ഷേത്രങ്ങളിലും പല മണ്ഡപങ്ങളിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ടീച്ചർ ഈ ഒരു അവസ്ഥയിലും ഒന്ന് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം അങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ. പക്ഷേ കുട്ടികൾ കേരളത്തിൻ്റെ വെളിയിലും ഉള്ള എത്രയോ മികച്ച വേദികൾ അവർക്ക് നഷ്ടമാകുന്നതിൻ്റെ ഒരു വിഷമം. പക്ഷേ ഇപ്പോഴും ടീച്ചർ ചെയ്തത് ഈ 9 ദിവസവും ഓൺലൈനിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, അത് എടുത്തു പറയേണ്ടതാണ്. പലരും കോവിഡ് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാറില്ല. പക്ഷേ ആ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ദിവസം 5 പേരെ വീതം വരുത്തിച്ച് ഓൺലൈനായിട്ട് ഇത് സംപ്രേഷണം ചെയ്യുന്നതിനുള്ള, റെക്കോർഡ് ചെയ്യുന്ന, ഓൺലൈനായിട്ട് അത് പ്രേഷണം ചെയ്യുന്നതിനുള്ള നടപടിയാണ് ടീച്ചർ കൈക്കൊണ്ടത്. അതും കുട്ടികൾക്ക് ഏറെ അനുഗ്രഹമാണ്. കാരണം ഇപ്പോൾ ഈ രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മനസ്സിന് ഒരാശ്വാസം എന്ന് പറയുന്നത്, മനസ്സിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ടീച്ചർ ചെയ്തു. ഇതിന് പിന്നെ ഇതിൻ്റെ ഓൺലൈൻ സംപ്രേഷണങ്ങൾക്ക് ആയിരക്കണക്കിന് വ്യൂകളാണ് ടീച്ചറിന് ഈ പ്രോഗ്രാമുകൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ മാക്സിമം പേരിൽ ഇതെത്തുന്നുണ്ട്. അതിനും ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിനും ടീച്ചറിനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അർപ്പണ മനോഭാവത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ടീച്ചർക്ക് എന്നും ഈ കാര്യം ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യുവാൻ കഴിയുന്നത്. അത് ടീച്ചറിൻ്റെ നൃത്തത്തോടുള്ള അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രമാണ്. വർഷങ്ങളായിട്ട് ടീച്ചറിന് ഈ രംഗത്ത് തുടർന്നു പോകാൻ കഴിയുക എന്നത് തികച്ചും യാദൃശ്ചികത മാത്രമല്ല, അത് ടീച്ചറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നായതുകൊണ്ട് മാത്രമാണ്. ടീച്ചറിന് തീർച്ചയായിട്ടും ഇനിയും ഒത്തിരി ദൂരം ഇതുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുവാൻ കഴിയും. ഉടലിൻ്റെ കവിതയാണ് നൃത്തമെന്ന് പറയുന്നത്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും വികാരാവിഷ്കാരങ്ങളോ അല്ലെങ്കിൽ ആശയ പ്രചരണത്തിനുള്ള ഒരു വേദിയോ മാത്രമല്ല, ടീച്ചറിൻ്റെ ജീവിതം കൂടിയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ്, ടീച്ചറിന് ഈ കാര്യത്തിൽ
എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന, അതോടൊപ്പം തന്നെ ടീച്ചർ ഈ രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ഒത്തിരി പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ രക്ഷകർത്താക്കളുണ്ട്, അവരുടെ പിന്തുണ. അപ്പോൾ ഈ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ഊർജ്ജസ്വലതയോടുകൂടി ഈ രംഗത്ത് പിടിച്ചു നിൽക്കുവാൻ ടീച്ചറിന് കഴിയുന്നത്. ടീച്ചറിൻ്റെ കുടുംബം ടീച്ചറിനോടൊപ്പം തന്നെയുണ്ട്. സാറിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. സാറ് ടീച്ചറിൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് ഈ പ്രസ്ഥാനത്തിനെ, ഈ കലാക്ഷേത്രത്തെ വളർത്തി വലുതാക്കുവാൻ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പോത്തൻകോടിന് തന്നെ ഒരു തിലകക്കുറിയായി മാറുവാൻ, കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഒരു മഹാപ്രസ്ഥാനമായി മാറുവാൻ ഈ ശിവശക്തിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടി സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമ. നവരാത്രി നൃത്തോത്സവത്തിൻ്റെ 9ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് നവരാത്രി കീർത്തനം കൂടാതെ കുറച്ച് സിനിമാ പാട്ടുകൾ കൂടി നൃത്താവിഷ്കാരത്തിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി നവരാത്രി കീർത്തനം, രാഗം ആരഭി, താളം ആദി. അടുത്തതായി സിനിമാ ഗാനങ്ങളാണ്. നയനോ വാലിമേം അത് അവതരിപ്പിക്കുന്നത് മൻഹ. ദീം തനന അവതരിപ്പിക്കുന്നത് സൽമ. വാദിക്കല് വെള്ളരിപ്രാവ് അവതരിപ്പിക്കുന്നത് സായങ്കി. ശ്യാമമേഘമേ അവതരിപ്പിക്കുന്നത് ദീക്ഷ. ദേവിയുടെ 3 രൂപങ്ങൾ ഭരതനാട്യ സമ്പ്രദായത്തിൽ അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ ജൂനിയർ കുട്ടികൾ. ഞാനേ സരസ്വതി. അടുത്തതായി ഒരു നാടൻ പാട്ടിൻ്റെ നൃത്തവുമായി അനാമികയും തേജസ്സും. ഇന്നത്തെ നൃത്തോത്സവത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. പാഹി പാർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ. അംബ 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 പാഹി പാർവത നന്ദിനി മാമയി വാഹിനി തടനിവാസിനി. വാഹിനി തടനിവാസിനി. വാഹിനി തടനിവാസിനി. വാഹിനി തടനിവാസിനി. കേസരി വാഹിനി തടനിവാസിനി. കേസരി വാഹിനി തടനിവാസിനി. കേസരി വാഹനെ ദീതി ജാളി വിദാരണേ. വാഹിനി തടനിവാസിനി. കേസരി വാഹനെ ദീതി ജാളി വിദാരണേ. വാഹിനി തടനിവാസിനി. കേസരി വാഹനെ ദീതി ജാളി വിദാരണേ.
നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പാർവത നന്ദിനി മാമയി कंचतलनिभलोचने कंचतलनिभलोचने मधुमञ्जुलतर मृदु भाषिणे अम्ब कंचतलनिभलोचने मधुमञ्जुलतर मृदु भाषिणे अम्ब कंचदलनिभलोचने मधुमञ्जुलतर मृदु भाषिणे अम्ब कंचदलनिभलोचने मधुमञ्जुलतर मृदु भाषिणे मद कुञ्जरनायक मृदुगति मञ्जिम मद कुञ्जरनायक मृदुगति मञ्जिम भञ्जनादिचण मन्थरगमने 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 पाहि पर्वत नन्दिनि मामयि पार्वणेन्दु समवदने अम्ब पाहि पर्वत नन्दिनि मामयि
ിൽ
महिषाസുരന്റെ മതം തീർക്കുവാൻ ഞാൻ വന്നു മഹാകാളിയായി. സുരലോക തേജസ്സു സർവവും ഒന്നായ സാക്ഷാൽ മഹാദേവിയായി. പരമേശ്വരൻ തന്നു വദനം, വിഷ്ണുദേവൻ തന്നു കൈകൾ, യമധർമ്മ തേജസ്സിൽ നിന്ന് വളർന്നുലഞ്ഞാടി ഇരുണ്ട കാർക്കൂന്തൽ. ബ്രഹ്മതേജസ്സിൽ നിന്നുണ്ടായി പാദങ്ങൾ, ചന്ദ്രനിൽ നിന്നും സ്തനങ്ങൾ. അഗ്നിത്രയത്തിന്റെ തേജസ്സിൽ നിന്നും ആലോല നയനങ്ങളുണ്ടായി. ശിവനാഥനിങ്ങേകി സിംഹവാഹനം, ശിവനേകി തന്റെ ത്രിശൂലം. അലറിക്കുതിച്ചു ഞാൻ പാഞ്ഞു, അന്ധകടാഹം നടുങ്ങി. അസുര സൈന്യത്തെ ഹനിച്ചു, മഹിഷാസുരനെ വധിച്ചു. ദണ്ഡമുണ്ടാസുരന്മാരെ അടക്കാൻ രാവണിയായി ഞാൻ മാറി. ശുംഭനിശുംഭാസുരന്മാരെയും കൊന്നു സംഹാര താണ്ഡവമാടി. महालक्ष्मी महाकाली महाकन्या सरस्वती महिषासुरमर्दिनी महाप्रलयदाक्षिणी मधुशाला मेरा चैन रैन नैन अपने साथ ले गया। नैनो वाले ने छेड़ा मन का प्याला, छलकाई मधुशाला मेरा चैन रैन नैन अपने साथ ले गया।
दुनिया पूरे तेरे तीर से चिपटी, चंदन से नाग सी लिपटी, मैं बेहोश तू नशा, ऐसी मोह की दशा, मेरा चैन रैन नैन अपने साथ ले गया। नैनो वाले ने छेड़ा मन का प्याला, छलकाई मधुशाला, मेरा चैन रैन नैन अपने साथ ले गया। വാതുക്കൽ വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്, വാതുക്കൽ വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്, തുള്ളിയാമിന്നുള്ളിൽ വന്ന് നീയാം കടല് പ്രിയരേ, നീയാം കടല്. വാതുക്കൽ വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്, കാറ്റുപോലെ വട്ടം വെച്ച് കണ്ണിടയിൽ മുത്തം വെച്ച്, ശ്വാസമാകെ തീ നിറച്ച്, നീ എന്നൊരു ഞാവൽ പഴക്കണ്ണി വയ്ക്കുന്നേ മൈലാഞ്ചിക്കാട്, അത്തറിന്റെ കുപ്പി തുറന്നേ ഉല്ലബസാറ്, ധിക്കരമൂളണ തത്തകളുണ്ട്, മുത്തുകളായവ ചൊല്ലണതെന്ത്, ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട്, പ്രേമത്തിൻ തുണ്ട് പ്രിയനേ, പ്രേമത്തിൻ തുണ്ട്. വാതുക്കൽ വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്, കദരെ ഗനി ദിൻ കദരെ ഗനി ദിൻ തനദരെ നാദിൻ കദരെ ഗനി ദിൻ കദരെ ഗനി ദിൻ തനദരെ നാ ഓദാനി ദർ ദർ കനി തനദർ നാ ഓദാനി ദർ ദർ കനി തനദർ നാ ദിൻ കദരെ ഗനി ദിൻ കദരെ ഗനി
தையரா ஓ தையரா தையரா ஓ தையரா தையரா ஓ தையரா தையரா ஓ மலையோர கிணறு வெட்டி மயிலக்கால ரெண்டோ ஊட்டி மலையோர கிணறு வெட்டி மயிலக்கால ரெண்டோ ஊட்டி அத்தம்மாவை அரைக்கும் தண்ணீர் அத்தனையும் பன்னீருதான் அத்தம்மாவை அரைக்கும் தண்ணீர் அத்தனையும் பன்னீருதான் வண்டி வரும் ஆயிரமா வண்டி வரும் ஆயிரமா வண்டி வரும் எங்க மக்கா வண்டியில எனக்கு ஏத்த தங்க வரும் எங்க மக்கா வண்டியில எனக்கு ஏத்த தங்க வரும் மலையோர கிணறு வெட்டி மயிலக்கால ரெண்டோ மூட்டி அத்தம்மாவை அரைக்கும் தண்ணீர் அத்தனையும் பன்னீருதான் அத்தம்மாவை அரைக்கும் தண்ணீர் அத்தனையும் பன்னீருதான் அத்தம்மாவ பக்கத்தூரு அப்பங்கார கோவக்காரே அத்தம்மாவ பக்கத்தூரு அப்பங்கார கோவக்காரே மெத்த பணம் பரிசம் போட மேட ஊட்டூரதாவாரம் மெத்த பணம் பரிசம் போட மேட ஊட்டூரதாவாரம் சொத்து சுக வேணாம் இன்னை சொந்த மச்சா போதும் முன்னை சொத்து சுக வேணாம் இன்னை சொந்த மச்சா போதும் ஒத்த காலில் தவம் இருக்கிற உத்தமிதா செல்ல கிளே ஒத்த காலில் தவம் இருக்கிற உத்தமிதா செல்ல கிளே உச்சிவையும் நேரத்திலே ஒரு குருவி தூறு விட்டார் உச்சிவையும் நேரத்திலே ஒரு குருவி தூறு விட்டார் வண்டி வரும் ஆயிரமா வண்டி வரும் வண்டி வரும் ஆயிரமா வண்டி வரும் எங்க மக்கா வண்டியில எனக்கேத்த தங்க வரும் எங்க மக்கா வண்டியில எனக்கேத்த தங்க வரும் மலையோர கிணறு வெட்டி மயிலக்கால ரெண்டோ மூட்டி அத்தம்மாவை அரைக்கும் தண்ணீர் அத்தனையும் பன்னீருதான் அத்தம்மாவை அரைக்கும் தண்ணீர் அத்தனையும் பன்னீருதான் அத்தனையும் பன்னீருதான் அத்தனையும் பன்னீருதான் அத்தனையும் பன்னீருதான்